ഹായ്, വെൽക്കം ടു ലവ്ലി ടീൻസ്. ലവ്ലി ടീൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഡെലിവറി സ്റ്റോറിയുടെ പാർട്ട് 2 ആണ് ഉണ്ടെന്ന് പറയുന്നത്. അതിൽ നമ്മൾ വീട്ടിലേക്ക് എത്തിയ കാര്യം പറഞ്ഞല്ല ഫസ്റ്റ് ഇതിൽ. അതുപോലെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് 8 മണിയോട് വീട്ടിൽ വന്നു. അന്ന് രാത്രി മക്കൾ തീരെ ഉറക്കിയിട്ടില്ല. അവർ ഫുൾ ടൈം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് പാല് തികയാണ്ട് അവർക്ക് പാല് കിട്ടണ്ട. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു പീഡിയാട്രീഷ്യനെ പോയി ചേട്ടനെ വിട്ട് അങ്ങനെ ഫോർമുല മിൽക്ക് മേടിച്ചു. അങ്ങനെ ഫോർമുല മിൽക്ക് അവർക്ക് അങ്ങനെ കൊടുത്തു തുടങ്ങി. അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ ചെക്കപ്പിന് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കൾക്ക് ഡെയിലി 20 ഗ്രാം വെച്ചിട്ട് മക്കൾക്ക് ഡെയിലി കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. കാരണം അവർക്ക് തൂക്കക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ആ തൂക്കക്കുറവ് നമുക്ക് ഇത് തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കങ്കാരു ബേഗ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ നന്നായി പാലുണ്ടാകാനായിട്ട് നന്നായി ഫുഡ് ഇലക്കറികൾ കഴിക്കാൻ പറഞ്ഞു, ചെറുപയർ കഴിച്ചോളൂ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളോട് വന്നു. അങ്ങനെ ലാക്ടോജനാണ് നമുക്ക് ആ ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ലാക്ടോജന് കുറച്ച് ദിവസം കൊടുത്തപ്പോൾ എന്നുണ്ടെങ്കിൽ ഇവർക്കിങ്ങനെ കുറുങ്ങൽ പോലത്തെ ഒരു സൗണ്ട് വരാൻ പോലെ തോന്നി. അപ്പോൾ എനിക്ക് പേടി തുടങ്ങി. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ഞാൻ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അവർ സിമിലാക്കാണ് കൊടുത്തിരുന്നത്, അവൾക്കും ട്വിൻസ് ആയിരുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ സിമിലാക്ക് മേടിച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടറോട് പറഞ്ഞിരുന്നു ഞങ്ങൾ സിമിലാക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാല് തികയത്തോണ്ട് സിമിലാക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു അവർ കൊടുക്കണ്ട, ഫോർമുല മിൽക്ക് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും കൊടുത്തോന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മളത് കൊടുക്കാൻ തുടങ്ങി. അന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂക്കക്കുറവാണ്. അതുകൊണ്ട് ഒരു എന്താ പറയുക 2 മണിക്കൂർ ഇടവിട്ട് എന്തായാലും പാല് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉറങ്ങാത്ത കാരണം എനിക്ക് ചില ആകെ കൺഫ്യൂഷനാകും. ഞാൻ അങ്ങനെ എങ്ങനെ കൊടുത്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. അതായത് ആദ്യം ഇപ്പം മൂത്ത ആൾക്കാരന് പേരിട്ടിട്ടില്ലല്ലോ. അപ്പം ബേബി 1 എന്താ പറയുക ഫീഡ് ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും, ബേബി 2 ഫോർമുല മിൽക്ക് അങ്ങനെ എഴുതി വെക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്കും ഓർമ്മ ഞാൻ ആർക്കൊക്കെ കൊടുത്തേന്നുള്ളൊരു ഓർമ്മ അത്രയ്ക്കും അവസ്ഥയായി എനിക്ക്. അങ്ങനെ എഴുതി വെച്ച് കൊടുക്കാൻ തുടങ്ങി. ആ 2 മണിക്കൂർ രണ്ടാൾക്ക് അങ്ങനെ മാറി കൊടുത്തു. ഒരു തന്നെ കൊടുക്കുമ്പോൾ അടുത്ത ആൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്യുമ്പോൾ ചേട്ടൻ ഫോർമുല മിൽക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി. പിന്നെ രാത്രികളിൽ ഉറക്കം വെച്ചിട്ടുണ്ടെങ്കിൽ കാശുമോള് നിലത്ത് കിടക്കുകയില്ല. കെടുത്തി കഴിഞ്ഞാൽ അവളപ്പം എനിക്കും അങ്ങനെയാണ്. അപ്പോൾ പാവം ചേട്ടൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചായ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇരിക്കണം, എന്നാൽ മാത്രം കിടച്ച് ഉറങ്ങുള്ളായിരുന്നു. അങ്ങനെ ഇരുന്നിട്ടാണ് ചേട്ടൻ അവളെ കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ പെങ്ങളുണ്ടായിരുന്നു. പക്ഷെ രാത്രി കാലങ്ങളിൽ ചേച്ചിക്ക് പ്രഷറൊക്കെ ആയി കാരണം ചേച്ചി അങ്ങനെ വന്ന് അധികം നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് നല്ല വാശൊക്കെ വരുമ്പോൾ ചേച്ചി വരും, അല്ലാണ്ട് അങ്ങനെ വരണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ചേട്ടൻ തന്നെയാണ് ഡീൽ ചെയ്തിരുന്നത്. അമ്മയും അങ്ങനെ വരാറില്ല. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് നോക്കിയിരുന്നത്. ഒരു 45 ദിവസം ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചി പോയി. അപ്പോൾ 40 ദിവസം നമുക്ക് അടുക്കള കാര്യങ്ങളൊന്നും നോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവരെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. രാവിലെ നേരം വെളുത്തൊരു 11 മണിയായിട്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് പോവുക. കാരണം ഇവർ അപ്പോഴാണ് ഒന്ന് എന്താ പറയുക ഉറങ്ങുക. ആ നേരം ആകുമ്പോൾ നമ്മൾ തുടയ്ക്കും. ഇവർക്ക് 56 അന്നാണ് ഇവരെ കുളിപ്പിച്ചത്. ഇവർക്ക് തൂക്കക്കുറവ് കാരണം 2500 ആയിട്ട് കുളിപ്പിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഡെയിലി നമ്മൾ തുടച്ച് ഇവർക്ക് പാല് കൊടുത്ത് അങ്ങനെ കിടന്ന് അവരുറങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ പോയി കുളിക്കാറും പല്ല് തേക്കാറും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു 11 മണിയാവും. ഞാൻ അങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അപ്പോഴത്തേക്കും അടുത്ത ഫീഡിങ്ങിൻ്റെ നേരമാവും. അപ്പോൾ എനിപ്പിക്കും. അങ്ങനെയാണ് പോയിരുന്നത്. 45 ദിവസം കഴിഞ്ഞ് ചേച്ചി പോയപ്പോൾ ശരിക്കും ഞങ്ങൾ പെട്ടു. കാരണം അടുക്കളത്തെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, ചേട്ടൻ ജോലിക്ക് പോകണം. അങ്ങനെ മൊത്തത്തിൽ ആകെ പ്രശ്നമായി. അങ്ങനെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോയിട്ടാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന് വയ്യാണ്ടായപ്പോഴാണ് ആകെ പെട്ടത്. കാരണം മക്കളൊന്നും നോക്കാൻ കൂടി ഒരാളില്ലാണ്ടാകുമ്പോൾ അമ്മ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് രണ്ടാളും കൂടി ഒന്നും ഒരുമിച്ച് പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടാളും ചിലപ്പോൾ എടുക്കേണ്ട വാശിയിൽ പിടിച്ച് കരയും. അപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയി. അന്ന് അതൊക്കെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ തലയ്ക്കുമ്പോൾ ഒന്നും കുഴപ്പം തോന്നുന്നില്ല. അന്ന് എങ്ങനെയൊക്കെയോ പറ്റാം. പക്ഷെ നമ്മുടെ മക്കളല്ലേ, നമുക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അതുപോലെ തന്നെ കെയർ ചെയ്തിരുന്നു. അങ്ങനെ കറക്റ്റ് 56 അന്നാണ് ഉത്രാടത്തിൻ്റെ അന്ന് ഇവരെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ട് അങ്ങനെ രണ്ടാൾക്കും 2500 കടന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ കുളിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കറക്റ്റ് തിരുവോണത്തിൻ്റെ അന്ന് 2 മക്കളെ നമ്മൾ ആദ്യമായിട്ട് കുളിപ്പിച്ചു. അങ്ങനെ അവരങ്ങനെ പോയി. അങ്ങനെ ഒരു 8 മാസത്തോളം നമ്മൾ ഫോർമുല മിൽക്ക് കൊടുത്തിരുന്നുണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഫോർമുല മിൽക്ക് കൊടുത്തില്ല. ഒരു ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയപ്പം ഫോർമുല മിൽക്ക് വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുക
ബ്രസ്റ്റ് മിൽക്കും ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഒരു 5 മാസം തൊട്ട് ഞാൻ ഇവർക്ക് കുറുക്കൊക്കെ ഇങ്ങനെ വളരെ ലൂസായിട്ട് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു കേട്ടോ. കാരണം വിശപ്പ് മാറാണ്ടിരിക്കേണ്ടാന്ന് വെച്ചിട്ട് തന്നെ കൊടുത്തിരുന്നു. അങ്ങനെ ലൂസായിട്ട് വളരെ ലൂസായിട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുത്തിരുന്നു. പിന്നെ പാല് കൊടുത്തിരുന്നത് മാറ്റിയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് എന്താ പറയുക ഒരാൾക്ക് ഫീഡ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി ഫോർമൽ മിൽക്ക് കൊടുക്കും. അങ്ങനെ 2 ആൾക്ക് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഒരാൾ തന്നെ കുടിക്കണ്ട അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരാൾക്ക് ആദ്യം ഒന്ന് ഫീഡ് ചെയ്യിക്കുകയും അതിനുശേഷം ഫോർമൽ മിൽക്ക് കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്നത്. അങ്ങനെ മാറ്റിയിരുന്നു. അതുപോലെ അത് കഴിഞ്ഞ് അങ്ങനെ 8 മാസം തൊട്ട് ഇവർ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ സമാധാനമായി. പിന്നെ ജോലിയൊക്കെ ചെയ്ത് നേരത്തെ എൻ്റെ ചെയ്യലൊന്നും നടക്കലുണ്ടാവാറില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് തന്നെയൊക്കെ ചെയ്യാറ്. പിന്നെ അതുപോലെ പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരങ്ങനെ അധികം കുഞ്ഞായിരുന്നപ്പോൾ ഉറങ്ങിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അത്യാവശ്യം ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് അരമണിക്കൂറായി ഉറക്കം. അരമണിക്കൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഉറക്കി നമ്മൾ കെടുത്തി അടുത്ത ആൾക്ക് ഫീഡ് ചെയ്ത് ഉറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആളെ എണീറ്റു. അപ്പോൾ നമുക്ക് എന്ത് പണി എടുക്കാൻ പറ്റും? അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് 1 വയസ്സിന് ശേഷം വന്നിട്ടുണ്ട്. 1 വയസ്സിന് ശേഷം ഇവർക്ക് ഉറക്കം ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ രാത്രി പറഞ്ഞ പോലെ കാശി പണ്ടേ 12 മണി കൊണ്ട് ഉറങ്ങില്ലായിരുന്നു. അവർക്ക് അങ്ങനെയായിരുന്നു. അത് പ്രത്യേക വാശിയായിരുന്നു. തൊട്ടിലൊക്കെ ഇട്ടുമ്പോൾ ഉറക്കം കയ്യിലെത്തി പോരാൻ തൊട്ടിലൊക്കെ ഇട്ടാട്ടി ഉറക്കം വരുന്നതാണെങ്കിൽ അവൾ വാശി പിടിക്കും. കണ്ണടഞ്ഞു പോയി അപ്പം അവൾ കരയും. ഉറങ്ങാനേ സമ്മതിക്കില്ല. അങ്ങനെ ആയം പോലെ ആളുടെ ഇഷ്ടത്തിന് ആയം പോലെ ഉറങ്ങണം. അത് തന്നെ ഇപ്പോഴും ഉണ്ട് അവൾക്ക് ആ വാശി. പക്ഷെ കല്ലുമോള് കുഴപ്പമുണ്ടായില്ല. കല്ലുമോള് അന്നൊക്കെ അച്ചെടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വാശി വന്നിരിക്കുന്നത്. അമ്മ എടുക്കണം, അമ്മ ഉറക്കണം എന്നൊക്കെ. അന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അച്ചെടുത്താലും മതിയായിരുന്നു. ഇപ്പോൾ അവള് മാറിയിട്ടുണ്ട് കേട്ടോ. കാശുമോളാണെങ്കിൽ പണ്ടേ അമ്മ കുഞ്ചാണ്. അമ്മ തന്നെ വേണമായിരുന്നു. അങ്ങനെയായിരുന്നു അവള്. ഇപ്പൊ കാശുമോൾക്ക് അച്ഛൻ്റെ അടുത്തൊക്കെ ഇരുന്നാൽ അങ്ങനെ ഉറങ്ങാൻ അധികം അത്ര നല്ല ഉറക്കം വന്നാൽ മാത്രമേ കാശുമോൾ അച്ഛൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ എൻ്റെ അടുത്തേക്ക് എത്തും. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ പോണു. ഇപ്പൊ സ്മൂത്തായി പോണു. ഇപ്പോഴും ഇങ്ങനെ അവരിപ്പോൾ ഓടി നടന്ന് കളിക്കണ കാരണം നമുക്ക് അങ്ങനെ പേടിക്കാനില്ല. കാരണം നമ്മൾ അകത്താക്കിയാലും അമ്മയുടെ അടുത്താക്കിയിട്ട് നമ്മൾ പണികളൊക്കെ എടുക്കാം. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് അവരെ നോക്കിയാൽ മതി. അവരിരുന്ന് കളിച്ചോളും. ഇപ്പൊ കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ പോണു. ഇനി ജോലിക്ക് പോകണമെങ്കിൽ അവർ അംഗനവാടിയിലൊക്കെ ആക്കിയിട്ട് വേണം ഇത്തിരി ജോലിക്ക് പോക്ക് ചിന്തിക്കണമെങ്കിൽ. അങ്ങനെ പോണു. അങ്ങനെ ഹാപ്പി ആയി പോണു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് പറയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.